അത് അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എന്നാ കാരണം വെച്ചാൽ സോണിയാഗാന്ധിൻ്റെ അടുത്ത് പോറ്റി വന്നതിനെ കുറിച്ചാണല്ലോ. അപ്പോൾ സോണിയാഗാന്ധിൻ്റെ അടുത്ത് സ്വാധീനമുള്ള കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിന് BJP ആയിട്ട് ബന്ധമുള്ളതും അദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങൾ ഒരു BJP നേതാവിന് വിട്ടുകൊടുത്ത് സംബന്ധിച്ചൊക്കെ ഉള്ളൊരു സംവാദങ്ങളുണ്ടല്ലോ, അതായിരിക്കും ഉദ്ദേശിച്ചത്. ഇനിയിപ്പോൾ അഥവാ അദ്ദേഹം ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചതെങ്കിൽ പോലും എനിക്ക് ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട്. ഞാൻ ചോദിക്കണ്ടെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇതെന്താ കാരണം എന്ന് വെച്ചാൽ ആൾക്കാർ അവരുടെ ഈ ഇതുപോലുള്ള ചില ജൽപ്പനങ്ങളിലൂടെ ചോദ്യങ്ങൾ ക്ഷണിച്ചു വരുത്തും. ഞാനൊരു പടം കാണിച്ചു തരാം. ഇതാ സൂം ചെയ്യുക. ഈ പടത്തിൽ യഥാർത്ഥത്തിൽ പോറ്റി മാത്രമല്ല, അവിടെ അടൂർ പ്രകാശുണ്ട്, വേറെ 2 വിദ്വാന്മാരുണ്ട്. അതാരാന്ന് വെച്ചാൽ നമ്മുടെ ബെല്ലാരി ഗോവർദ്ധനും അതുപോലെ പങ്കജ് ഭണ്ഡാരി. ഈ പോറ്റി സോണിയാഗാന്ധിയെ കണ്ട സമയത്ത് എങ്ങനെയാണ് ഇപ്പോൾ പോറ്റി ഇപ്പോൾ ശബരിമലയിൽ നിന്ന് വരകുന്ന ഒരാളെന്ന നിലയിൽ സോണിയാഗാന്ധിയുടെ അടുത്ത് എത്തി, അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ അടുത്ത് ആരെങ്കിലും എത്തിച്ചു എന്ന് വിചാരിക്കുക. ഈ ബെല്ലാരി ഗോവർദ്ധനും ഈ പങ്കജ് ഭണ്ഡാരി എങ്ങനെ സോണിയാഗാന്ധിക്കൊപ്പം എത്തി? അവിടെ അടൂർ പ്രകാശിൻ്റെ പങ്കെന്താണ്? ചോദ്യങ്ങൾ ഇരട്ടിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചില ചോദ്യങ്ങളിലൂടെ മുന്നോട്ട് വെച്ചപ്പോൾ അതിൽ അദ്ദേഹത്തിന് ചെറിയൊരു വിഷമമുണ്ടായി. അപ്പോൾ വ്രണതഹൃദയനായ അദ്ദേഹം ഒന്ന് പ്രതികരിക്കുകയാണ്, ഒരു ഉണ്ടയില്ലാ വെടി. പക്ഷേ ഒരു UDF കൺവീനർ ഇത്ര ഒരു തമാശക്കാരനാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അദ്ദേഹം ഇങ്ങനെ തമാശക്കാരനാകരുത്. അദ്ദേഹം നുണ പറയുമ്പോൾ പോലും ഒരു യുക്തിയോടുകൂടി പറയണം. ഉദാഹരണം പറഞ്ഞാൽ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു? ഞാനിങ്ങനെ സോണിയാഗാന്ധിയുടെ വീട്ടിലൊരു കാര്യത്തിന് പോയപ്പോൾ അതാ അവിടെ പോറ്റിയിരിക്കുന്നു. അപ്പോൾ പോറ്റി പറഞ്ഞു ഒന്ന് എന്നോട് ചേർന്ന് നിൽക്കണം ഒരു പടം എന്നാണ്. നിങ്ങൾ വേണം നോക്കിക്കോളൂ. ഇന്ന് അദ്ദേഹം എന്താ പറഞ്ഞേക്കുന്നത്? ഈ പോറ്റി ഡൽഹിയിൽ വന്നു, സോണിയാഗാന്ധിയുമായി അപ്പോയിൻമെൻ്റ് എടുത്ത കാര്യം തലേ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാനും കൂടി ഉണ്ടാകണമെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചപ്പോൾ ഞാൻ പോയി എന്നുള്ളതാണ്. നോക്കുക, കട്ടക്ക വിരുദ്ധമായ പ്രസ്താവനയാണ് അടൂർ പ്രകാശിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ആരെങ്കിലും ആ വിദ്വാനൊന്ന് ഉപദേശിക്കണ്ടേ? എടോ, താൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെയല്ല, ഇപ്പം പറഞ്ഞത് അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് പറയണ്ടേ? ആരെങ്കിലും ചോദിക്കണ്ടേ ഈ ഗോവർദ്ധൻ എങ്ങനെ വന്നു, ഈ പങ്കജ ഭണ്ഡാരി എങ്ങനെ വന്നു എന്നൊക്കെ ചോദിക്കണ്ടേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ബെല്ലാരി ഗോവർദ്ധനും പങ്കജ ഭണ്ഡാരിയും സോണിയാഗാന്ധിയെ കണ്ടത് ആര് മുഖാന്തരമാണെന്നുള്ള ഒരു ചോദ്യം കൂടി അടൂർ പ്രകാശിൻ്റെ ഈ പ്രതികരണത്തിലൂടെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം യഥാർത്ഥത്തിൽ ഈ അടൂർ പ്രകാശ് എന്ന വലിയ അനീതി എന്നറിയോ? ഈ സോണിയാഗാന്ധിയെ വീണ്ടും വീണ്ടും ഈ വിവാദത്തിലേക്ക് വലിച്ചിഴക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഈ പറയുന്ന പോറ്റിയും ഗോവർദ്ധനും ഭണ്ഡാരിയും എങ്ങനെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറി പറ്റി എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരവ് ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഒരു കോൺഗ്രസ് നേതാവും പറഞ്ഞിട്ടില്ല. സോണിയാഗാന്ധിയും പ്രതികരിച്ചിട്ടില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡും പ്രതികരിച്ചിട്ടില്ല. ആർക്കെങ്കിലും പോയി കയറാൻ പറ്റുന്ന സ്ഥലമാണോ ടെൻജൻപത്ത്? അവർ UPA ചെയർപേഴ്സൺ ആയിരുന്നു, ഇപ്പോഴും Z+ സെക്യൂരിറ്റിയാണ്. 50-55 പേര് അവരോടൊപ്പം ഉണ്ട്. ഏതെങ്കിലും മുതിർന്ന കോൺഗ്രസ് നേതാവിന് പോലും സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെൻറ്റ് കിട്ടാറുണ്ട്? ആ സമയത്ത് ഈ ഗോവർദ്ധന്, ഭണ്ഡാരി, പോറ്റി, ഇവരോടൊപ്പം നമ്മുടെ അടൂർ പ്രകാശ്, ഇവരൊക്കെ എങ്ങനെ അവിടെ കയറി വരകി എന്നുള്ളൊരു ചോദ്യം പ്രസക്തമായിട്ട് വരുന്നില്ലേ? അതിനുള്ള അർത്ഥം, അതിനുള്ള മറുപടി നമുക്ക് കിട്ടിയോ? ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ, അതിനിടയ്ക്ക് കോൺഗ്രസ് വേറൊരു തിയറിയായിട്ട് വന്നു. സോണിയാഗാന്ധി അസുഖബാധിതയാണ്. അസുഖബാധിതയായ സോണിയാഗാന്ധി മരുന്നിനോടൊപ്പം തന്നെ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നുണ്ട്. ഒരു വിദ്വാൻ പറഞ്ഞത് താൻ പാതി ദൈവം പാതിയാണ്. അപ്പോൾ രണ്ടാമത്തെ പാതിക്ക് വേണ്ടിയിട്ട് ആണ് ഈ പൂജിച്ച ചരണമായിട്ട് നമ്മുടെ പോറ്റി വന്നതെന്നുള്ളതാണ്. സോണിയാഗാന്ധി അയ്യപ്പ ഭക്തയാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അയ്യപ്പ ഭക്തയാണെങ്കിൽ എന്തുകൊണ്ട് സോണിയാഗാന്ധി യഥാർത്ഥത്തിൽ ശബരിമല സന്ദർശിക്കുന്നില്ല? അവർക്ക് സന്ദർശിക്കാമല്ലോ. അവർ ശബരിമല സന്ദർശിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രായ ഗ്രൂപ്പിൽപ്പെടുന്ന ആളാണല്ലോ. എന്തുകൊണ്ട് അവർ വന്നിട്ടില്ല? പിന്നെ അഥവാ ഇനി സന്ദർശിച്ചില്ലെങ്കിൽ അയ്യപ്പ ഭക്തയാണെന്ന് വിചാരിച്ചാൽ തന്നെ ഈ പോറ്റിയെ ഈ അയ്യപ്പൻ്റെ പ്രതിപുരുഷനാക്കിയത് ആരാണ്?
പോറ്റിയാണ് അയ്യപ്പൻ്റെ പ്രതിപുരുഷൻ എന്ന് ആര് പറഞ്ഞു കൊടുത്തു? സോണിയാഗാന്ധിക്ക് സ്വന്തമായിട്ട് എന്തായാലും അറിയാൻ സാധ്യതയില്ലല്ലോ. അപ്പം നിരവധി ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ അടൂർ പ്രകാശ് ഈ മണ്ടത്തരം വിളമ്പുന്നുകൊണ്ട് അദ്ദേഹം ആകെ വിഭ്രാന്തിയിലാണ്. അത് ജൽപ്പനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇപ്പോൾ അഥവാ നിങ്ങൾ ചോദിക്കുകയാണ് എനിക്ക് പോറ്റി അറിയുമെന്ന് ചോദിച്ചാൽ, എനിക്ക് പോറ്റി അറിയില്ല. പക്ഷെ പോറ്റിയെ പേറിയ അടൂർ പ്രകാശിനെ അറിയാം നന്നായിട്ട്, അതിന് തർക്കമൊന്നുമില്ല. അടൂർ പ്രകാശ് നന്നായിട്ട് അറിയാം. ഇനി അഥവാ ഞാൻ പോറ്റി എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ, വല്ല വിമാനത്തിൽ വെച്ച് വല്ല കണ്ടിട്ടുണ്ടെങ്കിൽ അത് അടൂർ പ്രകാശ് പരിചയപ്പെടുത്താനാണ് സാധ്യമുള്ളൂ. എന്നുവെച്ചാൽ അല്ലാതെ എനിക്ക് പോറ്റിയായിട്ട് ബന്ധമില്ല. പിന്നെ മൂപ്പർ വേറൊരു കാര്യം പറഞ്ഞു വെച്ചാൽ പോറ്റി ചെയ്ത ഫോൺ കോളുകൾ ഉണ്ടെന്നുള്ളത്. അപ്പോൾ പോറ്റി ജയിലിൽ പോകുന്നതിന് മുമ്പ് മൂപ്പറയാണോ ഫോൺ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്നത്? ഹേയ്, സാധാരണക്കാരനായിട്ടുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനല്ലാത്ത അടൂർ പ്രകാശിന് ഇങ്ങനെ ഒരാളുടെ കോളർ ഐ ഡി കിട്ടി? അല്ലെങ്കിൽ പോറ്റി അടൂർ പ്രകാശ് എൻ്റെ ഫോൺ സുരക്ഷിതമായിട്ട് നിങ്ങളുടെ അടുത്ത് വെച്ചോ, ഞാനൊന്ന് ജയിലിൽ പോയിട്ട് തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് ഫോൺ ഏൽപ്പിച്ച് ആ ഫോൺ ഇങ്ങനെ അടൂർ പ്രകാശ് പരതി കണ്ടുപിടിച്ചതാകാനല്ലേ സാധ്യമുള്ളൂ. അതുകൊണ്ട് എനിക്കൊറ്റ ഉപദേശമുള്ളൂ, അദ്ദേഹം ഇപ്പോൾ കേവലം അടൂർ പ്രകാശ് അല്ല, അദ്ദേഹം UDFൻ്റെ കൺവീനറാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതൃത്വത്തെയും അദ്ദേഹത്തെ തന്നെയും ഈ അബദ്ധത്തിൻ്റെ പടുകുഴിയിലേക്ക് വലിച്ചഴക്കരുതെന്നുള്ള ഒരു വിനീതമായിട്ടുള്ള അഭ്യർത്ഥന മാത്രമാണുള്ളത്. ഞാൻ അദ്ദേഹത്തിനെതിരെ ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ള കാര്യത്തിൽ എന്നാൽ ഒരു ഉണ്ടയില്ല വെടി ജോൺ ബ്രിട്ടാസിനെതിരെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചെങ്കിൽ അങ്ങനത്തെ ഒരു കൗതുകമാണ് അദ്ദേഹത്തിനുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മറിച്ച് വസ്തുതാപരമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം സിവിലും ക്രിമിനലായിട്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കും. ഉറപ്പല്ലായിരുന്നു സംശയിക്കുന്നത്. ഇതില് അങ്ങ് സംസാരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ഈ 10 ജൻപത്തിൽ നടന്ന കൂടിക്കാഴ്ചയെ സംബന്ധിച്ചൊക്കെ ഈ SIT യഥാർത്ഥത്തിൽ സോണിയാഗാന്ധിയിൽ നിന്ന് മൊഴിയെടുക്കേണ്ടി, അന്വേഷണം ഡൽഹിയിലേക്ക് വ്യാപിപ്പിക്കേണ്ടി. അല്ല, SIT എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു ചോദ്യം അന്തരീക്ഷത്തിലുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് പോറ്റി മാത്രമല്ലെന്ന് ഞാൻ ഈ പടം കാണിച്ചല്ലോ. ഈ പറയുന്ന ബെല്ലാരി രാജ എന്നൊക്കെ പറഞ്ഞൊരു കഥാപാത്രമില്ലേ എന്ന് പറഞ്ഞ പോലെ ബെല്ലാരി ഗോവർദ്ധൻ, പിന്നെ പങ്കജ് ഭണ്ഡാരി, ഇതൊക്കെ ആർക്കറിയാം? ഇവരോടൊക്കെ ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ് അടൂർ പ്രകാശ്. അടൂർ പ്രകാശിൻ്റെ മുഖത്തൊക്കെ ഉള്ളൊരു ദീപ്തി കാണണം. ഏത് പിന്നെ നൂല് കെട്ടിക്കുന്നു. അദ്ദേഹം ആദ്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞതല്ല ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. അദ്ദേഹത്തിന് നേർക്കുയർന്നു വന്ന ഒരു ചോദ്യത്തോടും തൃപ്തികരമായൊരു പ്രതികരണം ഉണ്ടായില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അദ്ദേഹം പ്രകാശനിലേക്ക് അന്വേഷണം എന്ന് പറയുമ്പോൾ സോണിയാഗാന്ധിക്കെതിരെ അന്വേഷണം വേണ്ടേ? കാരണം ഇത്രയും വലിയ ആൾക്കാരുമായിട്ടൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അന്വേഷണം ആ രീതിയിലും വേണ്ടേ? അല്ല, ഇപ്പം യഥാർത്ഥത്തിൽ സോണിയാഗാന്ധിയിലേക്ക് ഈ അന്വേഷണത്തെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അടൂർ പ്രകാശ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സംശയമുണ്ട് ഈ ബെല്ലാരി ഗോവർദ്ധനും ഈ മറ്റേ അതുപോലെ തന്നെ പങ്കജ് ഭണ്ഡാരിയൊക്കെ വരും. കർണാടകയിലൊക്കെയാണല്ലോ ഈ ഗോവർദ്ധൻ ഉള്ളത്. അപ്പോൾ കർണാടക രാഷ്ട്രീയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് പരോക്ഷമായിട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ പുള്ളി ഇങ്ങനെ ഇത് പറയുന്നതെന്ന് പോലും എനിക്കൊരു സംശയമുണ്ട്. ഈ അടൂർ പ്രകാശിന് ഈ സാധാരണഗതിയിൽ കാണിക്കേണ്ട യുക്തിഭദ്രത ഇല്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചില കുബുദ്ധികളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം UDF കൺവീനറായത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സമന്വിതയായ നേതാവ് സോണിയാഗാന്ധിയെ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് വലിച്ചഴക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ഇനിയെങ്കിലും സമചിത്തതയോടുകൂടി സാധാരണഗതിയിൽ ഒരു പദവിയിലിരിക്കുന്ന ആൾ സംസാരിക്കുന്നത് പോലെ അതിൻ്റെ ഗൗരവവും അതിൻ്റേതായ രീതിയും അവലംബിച്ചുകൊണ്ട് സംസാരിക്കണമെന്ന് ഒരു എളിയ പൊതുപ്രവർത്തന നിലയിൽ ഒരു ഉപദേശം വെറുതെ സൗജന്യമായിട്ട് അദ്ദേഹത്തിന് കൊടുക്കാനുണ്ട്. അത്രയേ ഉള്ളൂ. ഏത് പോറ്റി? ഈ പോറ്റിയുമായിട്ട് ആർക്ക് ബന്ധം? ഈ പോറ്റിയൊക്കെ ഞാൻ കേൾക്കണം തന്നെ ഈ ശബരിമല വിവാഹത്തിന് ശേഷമാണ്. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയല്ലേ കേട്ടിട്ടുണ്ടാവുക? അതിന് മുമ്പ് കേട്ടിട്ടുണ്ടാ? ഇല്ല, ഉണ്ടോ ഇല്ലയോ? ഇല്ല, അതന്നെ എൻ്റെ സ്ഥിതി. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഈ പോറ്റി ഇവർക്കൊക്കെ നല്ല പരിചയമാണെന്നുള്ള കാര്യം തന്നെ എന്നെ ഞെട്ടിക്കുകയാണ്. പോറ്റി വിളിച്ചാൽ ഈ വിദ്വാരത്തിന് അങ്ങോട്ട് കയറി പോകണമെന്നാൽ അപ്പോൾ സോണിയാഗാന്ധിയെ കാണണമെങ്കിൽ പോറ്റിയുടെ സഹായം വേണോ? ഇപ്പം ഇദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താണ്? പിന്നെ സോണിയാഗാന്ധി ഒന്നും അടൂർ പ്രകാശിനൊന്നും വെറുതെ ഒന്നും അപ്പോയിൻമെൻറ്റ് കൊടുക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ഈ അടൂർ പ്രകാശ് ഡൽഹിയിൽ വരുന്നതിന് മുമ്പ് എത്രയോ കാലം മുമ്പ് ഞാൻ ഡൽഹിയിലുള്ള ആളാണ്. 10, 35, 38 വർഷമായിട്ട് ഞാൻ ഡൽഹി പ്രവർത്തിക്കുന്ന ഒരാളല്ലേ. എനിക്കറിയില്ലേ എങ്ങനെയാണ് ഈ സോണിയാഗാന്ധിയുടെ 10 ജന്മത്തിലെ രീതി എന്നുള്ളത്. കരുണാകരനെ പോലും കൂട്ടാക്കാതെ കരുണാകരൻ വ്രണതഹൃദയനായി തിരിച്ചു പോയതാണല്ലേ. മുഖ്യമന്ത്രി പറഞ്ഞില്ലേ ഹെമന്ത ബിശ്വ. അത് മാത്രമല്ല, ഒരു ഡസൻ നേതാക്കളുടെ പേര് ഞാൻ പറഞ്ഞുതരാം, കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ. അപ്പോഴാണ് പോറ്റി മാത്രമല്ല ഗോവർദ്ധനും ഭണ്ഡാരിയും അടൂർ പ്രകാശും ഇവരെല്ലാം കൂടി അവിടെ ഇങ്ങനെ അങ്ങൊന്ന് വിരകുകയാണ്. എന്തായിരിക്കും അതിന് കാരണം?
കാരണം SIT കണ്ടുപിടിക്കണം. എന്താ കാരണം വെച്ചാൽ ഇപ്പം ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. അതായത് അടൂപ് പ്രകാശ് തൻ്റെ പ്രതികരണങ്ങളിലൂടെ, അത് മാത്രമല്ല വിരുദ്ധമായ പ്രതികരണങ്ങളിലൂടെ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ല അദ്ദേഹം ഇപ്പോൾ പറയുന്നത്, ഈ പ്രതികരണങ്ങളിലൂടെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെയും വലിയ ഒരു അപകടത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കെങ്കിലും ബോധ്യമുണ്ടാകണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. പോറ്റിയത് ഇവരൊക്കെയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ല. ഇപ്പം ഇനിയിപ്പോൾ അടുത്ത പാർലമെൻറ്റ് സമ്മേളനം വരുമ്പോൾ പോറ്റിയെ ടൺ ജൻപത്തി കയറ്റിയതാരെന്നുള്ളൊരു മുദ്രാവാക്യം കൂടി ഇവർ വിളിക്കേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യത്തെ പാരഡിക്ക് പകരം വേറൊരു പാരഡിയും കൂടെ കണ്ടെത്തണം. പോറ്റിയെ 10 ജൻപത്തിൽ കയറ്റിയതാര്, അടുത്ത ടാഗ് ലൈൻ അതായിരിക്കണ്ടേ. ആ ടാഗ് ലൈൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ അടൂപ് പ്രകാശിന്റെ മണ്ടത്തരമൊക്കെ വഴിവെക്കുന്നത്. ഞങ്ങൾ ഈ പാരഡിയൊന്നും പാടാൻ വേണ്ടി നിൽക്കില്ല കേട്ടാ. എന്നുവെച്ചാൽ കേരളത്തിന്റെ പേരെങ്ങനെ മോശമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പാർലമെന്റിന്റെ കവാടോ പാർലമെന്റിന്റെ അങ്കണമോ ഒന്നും ഞങ്ങൾ അതിന് വേണ്ടി ഉപയോഗിക്കില്ല. ഈ പോറ്റി മുഖ്യമന്ത്രിയെ കണ്ടതാണ് കോൺഗ്രസ് പ്രതിരോധിക്കാനായി കോൺഗ്രസ് നേതാക്കളെല്ലാം പറയുന്ന ഒരു കാര്യം. മുഖ്യമന്ത്രി അതേക്കുറിച്ച് വിശദമായി പ്രതികരിച്ചില്ലേ. അതായത് താഴെ ഒരു ഫംഗ്ഷൻ നടന്നു എന്താണെന്നുള്ളൂ. അതുകൊണ്ട് AI ചിത്രമൊക്കെ വന്നപ്പോൾ തന്നെ പോലീസ് നടപടിയെടുത്തില്ലേ. ഞാനതാ ആലോചിച്ചു, യഥാർത്ഥത്തിൽ ഈ അടൂപ് പ്രകാശിനെ ആരെങ്കിലും ഉപദേശിക്കണം. ഒരു AI ചിത്രമൊക്കെ എന്നെ കൊണ്ടൊന്ന് ഉണ്ടാക്കിച്ചിട്ട് വന്നിട്ടിട്ട് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ബലം കിട്ടിയിരുന്നു. ഇനിയും വേണം അദ്ദേഹത്തിന് ശ്രമിക്കാവുന്നതാണ്. ഒരു കാര്യം, മുന്നണി മര്യാദ പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അങ്ങ് സോണിയാഗാന്ധിക്കെതിരെ നേരിട്ടൊരു ആക്ഷേപമോ ഒന്നും ഉന്നയിക്കാത്തത്. അല്ല, നമ്മളിപ്പോഴും നമ്മുടെ പൊതുജീവിതത്തിൽ ഓരോരുത്തർ അലങ്കരിക്കുന്ന പദവിയെ നമ്മൾ ബഹുമാനിക്കണം. ഇപ്പം ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ വ്യക്തിപരമായിട്ടൊരു ആക്ഷേപം ഉന്നയിച്ചെങ്കിൽ കേട്ടിട്ടുണ്ടോ? ചിലരിങ്ങനെ പ്രതികരിച്ച് എന്നെ കൊണ്ട് ചിലത് പ്രതികരണം വാങ്ങിയെടുക്കുക എന്നുള്ളതല്ലാതെ ഞാൻ ഒരാളെക്കുറിച്ചും പ്രതികരിക്കാറില്ല. സോണിയാഗാന്ധി എന്ന് പറയുന്നത് എൻ്റെ മുതിർന്ന സഹപ്രവർത്തകയാണ്. രാജ്യസഭയിൽ ഞാൻ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ്. ഞാൻ വിശ്വസിക്കുന്നില്ല, അതായത് സോണിയാഗാന്ധി തൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് ഈ പോറ്റിയെ ക്ഷണിച്ചു വരുത്തി നൂല് കെട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് അവർ തീരുമാനിക്കേണ്ടതാണ്. അതൊക്കെ ഇവരുണ്ടാക്കുന്ന കണങ്കഥകളാണ്. പക്ഷെ അവർ ഈ കെട്ടുകഥകൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ആ ബഹുമാന്യമായിട്ടുള്ള ആ വ്യക്തിത്വത്തെ അവർ വീണ്ടും വീണ്ടും അപകീർത്തിപ്പെടുത്തുവാണ്. നമ്മുടെ പൊതുജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ, ദേശീയ തലത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ഈ രൂപത്തിലേക്ക്, വിവാദങ്ങളിലേക്ക് അവരുടെ പാർട്ടിയിലെ നേതാക്കൾ തന്നെ വലിച്ചിഴക്കുന്നത് ദൗർഭാഗ്യകരമാണ്. എൻ്റെ എതിർപ്പാർട്ടിയാണെങ്കിൽ പോലും നമ്മൾ പൊതുജീവിതത്തിൽ കാണിക്കേണ്ട ചില മര്യാദകളുണ്ട്, സഭ്യതകളുണ്ട്. അതുകൊണ്ട് അവർ അത് ചെയ്യാൻ പാടില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു ഉപദേശം. അന്ന് പാർലമെന്റിൽ ധർമ്മേന്ദ്ര പ്രധാൻ അന്ന് പ്രസ്താവന നടത്തിയതിന് താങ്കൾ അതിനെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിനുശേഷം കോൺഗ്രസ് നേതാക്കളെല്ലാം ആ ഒരു കോൺഗ്രസ് നേതാക്കൾക്ക് വേറൊന്നും പറയാനില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പം കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും അറിയാം മൂപ്പർ ഉണ്ടയില്ല വെടി നടത്തിയതാണ് അടൂപ് പ്രകാശ്. എന്താ കാരണം വെച്ചാൽ ഇങ്ങനെ വിഭ്രാന്തിയുടെ അങ്ങനെ പാരമ്യത്തിലേക്ക് പുള്ളി എത്തിയിരിക്കുകയാണ്. എന്ത് പറയണമെന്ന് തന്നെ അയാൾക്കറിയില്ല. ഒരു ചോദ്യത്തോടും തൃപ്തികരമായി പ്രതികരിക്കാനും തയ്യാറല്ല. അങ്ങനെയുള്ള വിഭ്രാന്തി വരുമ്പോൾ പല രൂപത്തിൽ പല ആക്ഷേപങ്ങളും ഉന്നയിക്കും. അത് അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും ബാധകമായ കാര്യമാണ്. അല്ലേ, ഇതിപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണല്ലോ. ഹൈക്കോടതിയിൽ വളരെ പ്രധാനപ്പെട്ട ജഡ്ജിമാരല്ലേ ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിതൊക്കെ കാണുന്നുണ്ടാവുമല്ലോ, കേൾക്കുന്നുണ്ടാവുമല്ലോ. ഈ അടൂപ് പ്രകാശിനെ പോലുള്ള ആൾക്കാർ പരസ്പര വിരുദ്ധമായിട്ട് കിടക്കപ്പായി എഴുന്നേൽക്കുമ്പോൾ ഓരോന്ന് തിരുത്തി പറയുന്നതൊക്കെ അവർ കാണുന്നതും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഹൈക്കോടതി എന്തായാലും അതൊക്കെ പരിശോധിച്ചിട്ട് യുക്തമായിട്ടൊരു തീരുമാനമെടുക്കട്ടെ. ഹൈക്കോടതി എടുക്കുന്ന ഏത് തീരുമാനത്തോടും ഒപ്പം നിലകൊള്ളുക എന്നുള്ളതായിരിക്കണം നമ്മുടെയൊക്കെ നിലപാട്.